ഈ നുണ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാഥയിൽ പങ്കെടുത്തതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഞങ്ങളുടെ ജാഥയിലുണ്ടായിരുന്നു, UDFൻ്റെ ജാഥയിൽ. അദ്ദേഹത്തിൻ്റെ ജാഥ കടന്നുപോയപ്പോൾ അദ്ദേഹം സത്യം മാത്രം പറയാനുണ്ട്. സത്യം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കസേരകൾ മാത്രമേ ഉണ്ടായുള്ളൂ പലയിടത്തും. മനസ്സിലായില്ലേ? പിന്നെ പറയണ മനസ്സിലാകാണ്ടാണെന്നും കൂടി എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാണ് പറയണേ? സത്യം പറയുന്നതാണ് നല്ലത്. പിന്നല്ല, അതെന്തൊരു വലിയ ചോദ്യമുള്ളത്, ഭയങ്കര ചോദ്യമുള്ളത്. അയ്യോ, അതെ 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 അത് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വല്ലതും ചോദിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരാളെ കൊണ്ടുപോകുന്നു, അയാൾക്ക് കിട്ടിയ 2000 രൂപ എടുത്ത് പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നു. എന്നിട്ട് UDF വന്നാൽ പെൻഷൻ കിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പറയാം, അവന്മാർ തന്ന 2000 രൂപയാണ് ഞാനവിടെ കൊടുത്തത്, അവർ പറയാൻ പറഞ്ഞേക്കെ ഞാനവിടെ പറഞ്ഞെന്ന് പറയും. ഈ PR നാടകമൊന്നും ഞങ്ങളുടെ ജാഥയിലില്ല. ഞങ്ങളുടെ ജാഥയിൽ ഒരു PR നാടകമില്ല. മനസ്സിലായില്ലേ? ആ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനായൊരു മനുഷ്യനെ എന്നിട്ട് പിന്നെ അയാളെ ഇന്നലെ പേടിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചു പറയിപ്പിച്ച് ആളെ കൊണ്ട് പിന്നെ ആളെ കാണാനില്ല. നിങ്ങളൊക്കെ തപ്പിപ്പോയിട്ട് ആളെ കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ പോയിട്ട് ആളെ കിട്ടിയ ആളെ പൊക്കി ആളെ വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി മാറ്റി താമസിപ്പിച്ചേക്കുവാണ്. ആ ഭാവത്തിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ PR നാടകം നടത്തി. UDF വന്നാൽ അത് കിട്ടൂല. ഇത് എനിക്ക് തന്നത് പാർട്ടിക്ക് സംഭാവന ചെയ്യുക. അതിന് പുള്ളി അപ്പുറത്ത് പോയി പറഞ്ഞത് പാർട്ടിക്കാർ തന്നാണ് 2000 രൂപ, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് അവർ പറയാനുള്ളതൊക്കെ ഞാൻ അവിടെ പറയുകയും ചെയ്യുന്നു. ഇതാണോ PR നാടകം? ഇതാണോ ചേട്ടാ ജാഥയിലെ സത്യം? അല്ല, സത്യപ്രചരണം ജാഥയിലെ? ദേഷ്യപ്പെടുന്നതല്ലേ? അത് സത്യമാണ്. അല്ല അങ്ങനെയൊന്നുമല്ല. അതല്ല ഞങ്ങൾ ജാഥയിൽ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ റോഡിൽ പടക്കം പൊട്ടിച്ചു. അപ്പോൾ തന്നെ ഞാൻ ആളെ വിട്ടിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും റോഡിൽ പടക്കം പൊട്ടിക്കരുത്. റോഡിൽ പടക്കം പൊട്ടിച്ചാൽ ആളുകൾക്ക് അപകടം ഉണ്ടാവും. വേണ്ടേ? ഒരു കൊച്ചതിലേ പോകുമ്പോൾ അതിനൊരു പൊള്ളലേറ്റാല നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? ഒരാൾ ബൈക്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാല? എനിക്ക് പെട്ടെന്ന് ആദ്യമായി. അപ്പോൾ ഞാൻ ആളെ പറഞ്ഞു വിട്ടത് നിർത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് നിർത്തി. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ ദൂരെ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ് പൊട്ടിക്കുന്നത്. വീണ്ടും പൊട്ടിച്ചു. അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു, സത്യമായിട്ടും ദേഷ്യപ്പെട്ടു. ഒരു റോഡിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. റോഡിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. അതിന് ഞാൻ ദേഷ്യപ്പെട്ടു. അയ്യോ ഇനി മേലാൽ നിങ്ങൾ പടക്കം പൊട്ടിക്കരുത് എന്നല്ല പറഞ്ഞത്, മേലത് ചെയ്യരുതെന്ന് പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞ ഞാനത് വിഷ്വലൈസ് ചെയ്ത് റോഡിലിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ആ റോഡിലൂടെ ഒരു കുഞ്ഞിന് എത്ര പേരുടെ ഒക്കത്ത് കുഞ്ഞുങ്ങളിരിക്കണം. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം തെറിച്ചു വല്ല കണ്ണിലോ എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു യാത്രയായി വന്നിട്ട് ആർക്കെങ്കിലും ഒരു പരിക്ക് നമ്മുടെ ആളുകൾ ഇങ്ങനെ അവരെ ആഘോഷിച്ചാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, അവരൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതൊക്കെ നമ്മളൊരു സിസ്റ്റം കൊണ്ട് തന്നെ പൊതുജാഥ നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു ഫോക്കസിൽ വന്നല്ലോ, ഇനി മേലെ ആരും പടക്കം പൊട്ടിക്കരുത്. അങ്ങനെ അതാണ് ഞാൻ ദേഷ്യപ്പെട്ടാണ്. ഇത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു, അത് നിർത്തിച്ചു. രണ്ടാമതും അത് ചെയ്തപ്പോൾ ഞാൻ ചൂടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മേലെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു. സത്യമാണ്, ഞാൻ സത്യസന്ധമായിട്ട് പറയണം. ബ്രൂവറി അത് കോടതി സ്റ്റേ ചെയ്തല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ ചെയ്തത്. എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് അവിടെ സ്റ്റേ എടുത്തത്. ഒരു സുപ്രഭാതത്തിൽ എക്സൈസ് കമ്മീഷണർക്ക് ഒരു അപേക്ഷ ഒരു കമ്പനി കൊടുക്കുന്നു. ആ കമ്പനി എങ്ങനെ അറിയാം ഈ ഗവൺമെൻറ് ബ്രൂവറി കൊടുക്കാൻ പോകണമെന്ന്? എങ്ങനെ അറിയാം? ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണ്. അതിന് മുമ്പൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവരുമായിട്ട്, ആ കമ്പനിക്ക് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു അപേക്ഷ ഒരു കമ്പനി വന്ന് കൊടുക്കുന്നു. എന്നാൽ ഒരു മാനദണ്ഡമില്ല. എന്തൊരു റോക്കറ്റ് സ്പീഡായിരുന്നു. അന്ന് തന്നെ കമ്മീഷണർ അങ്ങോട്ട് അയക്കുന്നു, അവിടെ തീരുമാനം വരുന്നു. ആ ഒരു നടപടിക്രമങ്ങൾ പാലിക്കാതെ, ഒരു ടെൻഡർ പ്രൊസീജിയർ ഇല്ലാതെ, ഒരു പോളിസി പോലും ഡിക്ലെയർ ചെയ്യാതെ ഇനി പോളിസി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ബ്രൂവറി നടത്തുന്നവരുണ്ടല്ലോ, അവരാരും അറിഞ്ഞില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്. അത് കോടതി സ്റ്റേ ചെയ്തു.
കോടതി അത് സ്റ്റേ ചെയ്തു. UDF വന്നാൽ ഇതിനൊക്കെ നല്ല കൃത്യമായ മദ്യനയം ഉണ്ടാവും, കൃത്യമായ പ്രൊസീജിയർ ഉണ്ടാവും. അല്ലല്ല, അതുമാത്രമല്ല നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചാണെന്നാണ്. ഞങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഡൽഹി മദ്യ കൊള്ള കേസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണത്. അവർ നമ്മളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അല്ലാതെ അപ്പം അത് UDF ഗവൺമെൻറ് വരുമ്പോൾ ഒരു മദ്യനയം പ്രഖ്യാപിക്കാം. മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് പ്രൊസീജിയർ ഉണ്ടാവും, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാവും. പ്രൊസീജിയർ അനുസരിച്ച് കൊടുക്കും.